ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് എന്തിനാ വെച്ചാൽ ഒരു കുഞ്ഞ് റിവ്യൂ വീഡിയോ ആയിട്ടാണ്. പിന്നെ എന്തിനാ റിവ്യൂ എന്ന് ചോദിച്ചാൽ, ഞാൻ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്ത ഒരു ലിപ് ബാമിൻ്റെ ആണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ്. വോയിസ് ഓവർ കൊടുക്കുന്ന ഇപ്പോഴാണ്. അപ്പോൾ ആ ഒരു സമയത്ത് മേടിച്ച ലിപ് ബാമാണ് ഇത്. നമ്മുടെ ഗുഡ് വൈബ്സിൻ്റെ ലിപ് ബാമാണ് കേട്ടോ. ഗുഡ് വൈബ്സ് ബീട്രൂട്ടിൻ്റെ ലിപ് ബാമാണ്. ഗൈസ്, അവർ പറയുന്നത് ഇതൊരു പ്ലംബിംഗ് ലിപ് ബാമാണെന്നാണ്. പിന്നെ ഗൈസ്, ഈ ഒരു ലിപ് ബാമിൻ്റെ പാക്കേജിങ് വളരെ ക്യൂട്ടാണ്. അതുപോലെ ഇതിൻ്റെ ആ ബാക്ക് സൈഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ഗൈസ്, അതിൻ്റെ റേറ്റ് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഓൺലൈനിൽ കൂടെ മേടിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ റേറ്റ് കുറച്ച് കിട്ടും. പക്ഷേ സ്റ്റോറിൽ പോയി മേടിക്കുമ്പോൾ അതേ റേറ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഗൈസ്, എൻ്റെ ലിപ്സിൻ്റെ സെൻറ്ററിൽ കാണുന്നത് ലിപ്സ്റ്റിക് ഒന്നുമല്ല. അത് ഞാൻ ഡെഡ് സ്കിൻ സെൽസ് ഇങ്ങനെ പറിച്ചു കളഞ്ഞപ്പോൾ ചെറുതായിട്ട് തൊലിയും കൂടെ പോയതാണ് കേട്ടോ. ഗൈസ്, ഞാൻ ലിപ്സ്റ്റിക് കുറച്ചൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാനത് ടിഷ്യൂ വെച്ചൊക്കെ വൈപ്പ് ഓഫ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി എന്ത് ചെയ്യാം, ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഗൈസ്, ഈ ഒരു ലിപ് ബാം സ്റ്റിക്ക് അല്ല കേട്ടോ, നമ്മുടെ കൈയും വെച്ച് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ ഒരു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കുറച്ചും കൂടെ ഫിനിഷ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു കൈയും വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പം നിങ്ങൾ വിചാരിക്കുക അതിന് ഇത് ലിപ്സ്റ്റിക് ഒന്നും അല്ലല്ലോ എന്ന്. പക്ഷേ ലിപ്സ്റ്റിക് ഇഷ്ടമല്ല, എന്നാൽ ചെറിയൊരു ടിൻറ്റ് ചുണ്ടിന് വേണം എന്നുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. ഉറപ്പായിട്ട് യൂസ് ചെയ്യുന്നത് കണ്ടോ, ഒരു ഡിഫറൻസ് കണ്ടോ. പക്ഷേ ലിപ്സ്റ്റിക്കിൻ്റെ അടിയിലിടാമെന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് ഹൈഡ്രേഷൻ ഇല്ല, പക്ഷേ അടിപൊളി പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ലിപ്സ്റ്റിക്ക് ഇടാൻ അത്ര താല്പര്യമില്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു സൂപ്പർ ലിപ് ബാമാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടമാണ് കേട്ടോ ഈ ലിപ് ബാം. നിങ്ങൾ കാണുന്ന പോലെയാണ് ഈ ഒരു ലിപ് ബാം. വന്നിട്ട് കുറച്ചും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് കളർ വരും. നമ്മൾ അപ്ലൈ ചെയ്തതിനനുസരിച്ച് കളർ കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഇതേ കണ്ടോ, ഈ ഒരു നമ്മുടെ കയ്യിൽ ഞാൻ എടുത്ത് അപ്ലൈ ചെയ്തതാണ്. പക്ഷേ ഇത് എത്ര തേച്ചാലും വരച്ചാലും പോകത്തില്ല എന്നുള്ളതാണ്. നമ്മളൊരു ലിപ് ബാം മേടിക്കുമ്പം അതിൻ്റെ ലോങ് ലാസ്റ്റിംഗ് ഫ്യൂച്ചർ നോക്കിയിട്ടല്ലല്ലോ അല്ലേ മേടിക്കുന്നത്. പക്ഷേ ഈ ഒരു ലിപ് ബാം അത് നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഗോ ആൻഡ് ഗ്രാബ് ഇറ്റ്. എനിക്ക് എന്തായാലും അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബൈ.